ഹലോ ഗൈസ്, അപ്പോൾ അവയിൽ നിന്ന് രണ്ടാമത്തെ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നും നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ്. നല്ല തേങ്ങാക്കൊത്തും കുരുമുളകൊക്കെ ഇട്ട് നല്ലോണം വരട്ടിയെടുത്തൊരു സാധനമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ആദ്യമായിട്ട് തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ സ്ക്വീസ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിന് നമ്മൾ എടുക്കുന്നതാണ് ചെറിയുള്ളിനെ പറയണ്ടല്ലോ, ഇട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഒരു 2-3 പീസാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഒരു 3 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടതാണ് കറിവേപ്പിലയും തേങ്ങാക്കൊത്തും. അപ്പോൾ നമ്മൾ ചിക്കൻ അരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഏതാണോ പാത്രം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഓയിൽ ഒഴിക്കാൻ. നന്നായിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറ് മാറുന്നത് വരെ നമ്മൾ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴണ്ട് വരട്ടെ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ആകെ കുരുമുളകും മഞ്ഞളും ഉപ്പും മാത്രമേ, കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, അത് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ഉള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചില്ല, ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ക്രഷ് ചെയ്ത് വെച്ച് ആ പേസ്റ്റ് ചേർക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ നമ്മളിപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടി വെള്ളമൊന്നും എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. ഈ ചിക്കനെ എണ്ണയിൽ ഇങ്ങനെ കിടന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അങ്ങനെ വെന്ത് വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ചിക്കൻ ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ചിക്കൻ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അടച്ചു വെച്ച് വേവിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ കുറച്ചൊന്ന് വേവായി കഴിഞ്ഞാൽ ഒരു ഹാഫ് വേവായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ക്രഷ്ഡ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഫൈൻ പൗഡറായിട്ടല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കുരുമുളക്. എന്നിട്ട് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ചാണ്, ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ പെപ്പർ വേണമെങ്കിൽ എരിവ് കുറവുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എരിവ് നോക്കിയിട്ടിടാം. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിലിൻ്റെ ടേസ്റ്റും കൂടെ കുറച്ചൊന്ന് മുന്നിട്ട് വെക്കണം. നമുക്ക് ആ ടേസ്റ്റ് കിട്ടണം ഓയിലിൻ്റെ, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിന് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ആകെ ഒരു കുരുമുളകും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇതുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ആ തേങ്ങാക്കൊത്തിൻ്റെയും ചെറിയുള്ളിയുടെയും ആ ഒരു പെപ്പറിൻ്റെയും ഓയിലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര സൂപ്പറാണ്. പിന്നെ ചിക്കൻ നമ്മൾ വേറെ വെള്ളം ഒഴിച്ചിട്ടൊന്നും വേവിക്കുന്നില്ല, അതിൽ തന്നെ കിടന്ന് എണ്ണയിൽ തന്നെ വേവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസ് ആയിട്ട് പറയണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്.